വയനാട് ടൗൺഷിപ്പിലെ ഒരു വീട്ടിലും വിള്ളലുണ്ടായിട്ടില്ലെന്ന് മന്ത്രി രാജൻ. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയ പാടുണ്ട്. വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് തടയാനുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ല. വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതുവരെ ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ല. വീട് കൈമാറിയിട്ട് വെള്ളം കിനിഞ്ഞു വന്നാൽ കരാർ പ്രകാരം ഊരാളുങ്കലിനെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി. ടൗൺഷിപ്പിലെ വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോ ഞങ്ങളെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം, കല്ലിട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചാണ്. അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മാർച്ച് 27-ാം തീയതി ഈ മണ്ണിൽ കല്ലിടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ട്രോളിങ്ങുകളെ കുറിച്ച് ഓർത്താണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസ്, ഞാൻ പരസ്യമായി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കോൺഗ്രസ് വിലയ്ക്ക് മേടിച്ചു എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് കല്ലിട്ടതല്ലാതെ മറ്റൊരനക്കവും ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം വളരെ ഗൗരവമായി പൊതുസമൂഹത്തിനോട് മറുപടി പറയേണ്ടതാണ്. സർക്കാരിൻ്റെ പണം, സർക്കാരിൻ്റെ കയ്യിലുള്ള പണം ജനങ്ങൾ നൽകിയിട്ടുള്ള പണമാണ്. കോൺഗ്രസ് പിരിച്ചതും ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്, എല്ലാവരും പിരിച്ചതും ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഇവിടെ UDF തന്നെ ഭരിക്കുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു പ്ലാനിൻ്റെ അപ്രൂവൽ കിട്ടാൻ മണിക്കൂറുകൾ മാത്രം മതി എന്നിരിക്കെ ആ പ്ലാനോ അപ്രൂവലോ എടുക്കാതെയാണ് കല്ലിട്ടിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അത് ഗൗരവമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർ പറഞ്ഞത് 4 മാസക്കാലം മുമ്പാണ് ഞങ്ങൾ ഈ പണി തുടങ്ങിയത് എന്നാണ്. അത് ആരുടെ കുറ്റാണ്? ജനുവരി 1-ാം തീയതി എവിടെയാണ് ബഹുമാനപ്പെട്ട UDFന്റെ നേതാക്കന്മാർ ഇത് ആവശ്യപ്പെട്ട് ഭൂമി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളത് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, വീടുകൾക്ക് വിള്ളൽ വന്നു എന്ന തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രി കെ രാജന്റെ സന്ദർശനം. വീടുകൾ സന്ദർശിച്ച ശേഷം എന്താണ് ഈ നിർമ്മാണത്തിലെ പിഴവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ പ്രതികരണം? ഇന്ന് രാവിലെയാണ് ടൗൺഷിപ്പിൽ മന്ത്രി കെ രാജൻ എത്തിയത്. മന്ത്രി രാജൻ തന്നെ നമുക്കറിയാം, ഇന്നലെയാണ് ഈ വിള്ളൽ വീണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ഉയർന്നതും അത് കൃത്യമായിക്കൊണ്ട് അത് ആ വീട്ടുകാരൻ തന്നെ നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാജൻ പരിശോധിച്ച ശേഷം പറഞ്ഞത് അത് വിള്ളലല്ല, സാങ്കേതികമായി വെള്ളം ഊർന്നിറങ്ങി ഉണ്ടായ ചെറിയ പാടുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. വിള്ളൽ എന്ന രീതിയിൽ അത് പ്രചരിപ്പിക്കരുത് എന്നടക്കമുള്ള കാര്യമാണ് കെ രാജൻ പറഞ്ഞത്. അത് മാത്രമല്ല, വീടിന്റെ മുഴുവനായിട്ടുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് രാജൻ പറയുന്നു. വീടിന്റെ പട്ടയം മാത്രമാണ് ഈ 178 കുടുംബങ്ങൾക്ക് കൈമാറിയത്. ഇവർ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഊരാളുങ്കലിനായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഊരാളുങ്കലിനെതിരെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി രാജൻ പറയുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്നത് സാങ്കേതിക പ്രശ്നം മാത്രമാണ്, കേവലം വെള്ളം കിനിഞ്ഞിറങ്ങി ഉണ്ടായ പാടുകൾ മാത്രമാണ്. അത് വിള്ളൽ എന്ന രീതിയിൽ പ്രചരിപ്പിക്കരുത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് മന്ത്രി രാജൻ ഇന്ന് പറയുന്നത്. എന്തായാലും ഈ ടൗൺഷിപ്പിനെ ചൊല്ലിയുള്ള വിവാദം ഓരോ ദിവസവും കൊഴുക്കുകയാണ്. ഓരോ ദിവസം പുതിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഇന്ന് മന്ത്രി തന്നെ ടൗൺഷിപ്പിൽ എത്തിക്കൊണ്ട് നേരിട്ട് ഈ പരിശോധന നടത്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഇനി ഒക്ടോബർ വരെയാണ് ഊരാളുങ്കലിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുള്ളത്. ഈ ഒക്ടോബറിൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഊരാളുങ്കൽ തന്നെ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി മന്ത്രി രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്.